ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് വീണ്ടും ഒരിക്കൽ കൂടി മത്സരരംഗത്ത് വന്നിരിക്കുന്നതെന്ന് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് പറഞ്ഞു. ആദ്യ ടൈമിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നു. ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടാൽ കോതമംഗലവും മൂവാറ്റുപുഴയും ഉൾപ്പെടുത്തിയുള്ള ടൂറിസം വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പദ്ധതി ആവിഷ്കരിക്കും. സംസ്ഥാനത്താകെ LDF സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാനുള്ള സാഹചര്യമാണുള്ളതെന്നും കോതമംഗലത്ത് ആദ്യഘട്ട പ്രചരണത്തിനെത്തിയ ജോയ്സ് ജോർജ് വ്യക്തമാക്കി. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി കോതമംഗലത്തെത്തിയ ജോയ്സ് ജോർജിന് LDF നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. നേതാക്കളായ S. സതീഷ്, R. അനിൽകുമാർ, ആന്റണി ജോൺ MLA തുടങ്ങിയവർ നേതൃത്വം നൽകി. ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ അദ്ദേഹം ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചു. വിവിധ മേഖലകളിലെ പ്രമുഖരെ നേരിൽ കാണുകയും ചെയ്തു. മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ അദ്ദേഹം സാന്നിധ്യമറിയിക്കുകയും ചെയ്തു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് മത്സരരംഗത്തുള്ളതെന്ന് ജോയ്സ് ജോർജ് പറഞ്ഞു. ആദ്യ തവണ MP ആയിരുന്നപ്പോഴുള്ള മികച്ച പ്രവർത്തനങ്ങൾക്ക് വോട്ടർമാർ അംഗീകാരം നൽകുമെന്നാണ് പ്രതീക്ഷ. രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഭരണഘടനയും സംരക്ഷിക്കുന്നതിനും ദളിത്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും പാർലമെന്റിൽ ഇടതുപക്ഷം അനിവാര്യമാണ്. സംസ്ഥാനത്താകെ LDFന് അനുകൂല സാഹചര്യമാണുള്ളതെന്നും ജോയ്സ് ജോർജ് അവകാശപ്പെട്ടു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമ്മളൊക്കെയുള്ളത്. ദേശീയ തലത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. മതനിരപേക്ഷതയും ജനാധിപത്യവും ഇതിലും അധിഷ്ഠിതമായ ഭരണഘടന തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഫാസിസ്റ്റ് ഗവൺമെൻറ് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ അപകടത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഘട്ടത്തിൽ മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി ഭരണഘടനാ തത്വങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുകൂലമായി കൃത്യതയാർന്നതും ശക്തവുമായ നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റുന്ന പാർലമെൻറ്റ് അംഗങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പാർലമെൻറ്റിനുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF ബ്ലോക്കായി നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കും ഭരണഘടനയ്ക്കും ദളിതരും ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾക്കുമെതിരെയുള്ള വലിയ പോരാട്ടം നടത്തേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി അതുപോലുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ കേരളം ഒന്നാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതും എന്ന് തന്നെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കുന്നത്. 2014-2019 കാലഘട്ടത്തിൽ MP ആയിരുന്നപ്പോൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോതമംഗലത്തും പദ്ധതികൾ സാധ്യമാക്കി. വീണ്ടും ഒരിക്കൽ കൂടി തെരഞ്ഞെടുക്കപ്പെട്ടാൽ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കും. കോതമംഗലവും മൂവാറ്റുപുഴയും ഉൾപ്പെടുന്ന ടൂറിസം സർക്യൂട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നാണ് പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന്. ടൂറിസത്തിലൂടെ വലിയ വികസനം കൊണ്ടുവരാൻ കഴിയുമെന്നും ജോയ്സ് ജോർജ് കൂട്ടിച്ചേർത്തു. നമ്മളുടെ കോതമംഗലം അസംബ്ലി മണ്ഡലവും സമീപ പ്രദേശങ്ങളെയും കൂടി ഒരു സർക്യൂട്ടാക്കി നിലനിർത്തുന്ന വലിയൊരു ടൂറിസം പദ്ധതി നമ്മളുടെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് ഒരു അനിവാര്യതയായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, മറ്റ് കാർഷിക വിളകളുടെയും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ മൂലം സാമ്പത്തികമായി മാന്ദ്യത്തിലായി പോകുന്ന പ്രദേശത്ത് ഇനി നമ്മുടെ സാധ്യതകൾ ടൂറിസമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടമ്പുഴയും പൂതത്താൻകെട്ടും മറ്റ് സമീപ പ്രദേശങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന നമ്മളുടെ ഇവിടുത്തെ സാധ്യതകളെയാകെ വിനിയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൂടി സഹായത്തോടു കൂടിയുള്ള പദ്ധതികൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ 2014 മുതൽ 2019 വരെയുള്ള കാലത്ത് സ്വദേശി ദർശൻ സ്കീമിൽപ്പെടുത്തി 100 കോടി രൂപയുടെ വികസന പദ്ധതികൾ പാർലമെൻറ്റ് മണ്ഡലത്തിലാകെ ചെയ്യാൻ സാധിച്ചിരുന്നു. തുടർന്ന് ഇനിയൊരു അവസരമുണ്ടാകുന്ന ഘട്ടത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ സമഗ്രമായ വികസന ടൂറിസത്തിൻ്റെ സാധ്യതകൾ, പ്രത്യേകിച്ച് മൂവാറ്റുപുഴയും കൂടി ത്രിവേണി സംഗമം ഉൾപ്പെടെയുള്ള മൂവാറ്റുപുഴയുടെയും കോതമംഗലത്തിൻ്റെയും സാധ്യതകളെയാകെ ഉപയോഗിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു ടൂറിസം സർക്യൂട്ട് പദ്ധതി, പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള മലയോര മേഖല മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശത്തിൻ്റെ കവാടം എന്ന നിലയിൽ ആ സാധ്യതകളെയാകെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പദ്ധതികളുമൊക്കെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.